നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നമാണല്ലോ മതവികാരം വ്രണപ്പെടൽ. ഓ, വല്ലാത്ത വ്രണപ്പെടലാണ്. വ്രണങ്ങളും കൊണ്ടിങ്ങനെ നടക്കുകയാണ് ജനം. ഒരു കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ മതവികാരം വ്രണപ്പെടും. ഇതുപോലത്തെ ഒരു കേസ് 2012 മഹാരാഷ്ട്രയിൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിൻ്റെ വിധി ഇപ്പോഴാണ് വരുന്നത്. 2026 ഏപ്രിൽ 29. വർഷം എടുത്ത് 12 വർഷം. ഈ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ശേഖർ സുമൻ എന്നൊരു കലാകാരനെ നിങ്ങൾ പലരും കണ്ടു കാണും. ഈ സോണി TV ഇതിലൊക്കെയുള്ള പാട്ട്, തമാശ, ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് ശേഖർ സുമൻ. അയാളുടെ കൂടെ ഒരു ഭാരതി സിംഗ്, അങ്ങേരും ഒരു സെലിബ്രിറ്റി ആയിരിക്കണം, എനിക്കറിയില്ല. അപ്പോൾ ഇവർ സോണി TV ഒരു തമാശ പരിപാടി അവതരിപ്പിച്ചു. അതിൽ യാ ലാ, രസഗുല്ല, ദഹി ഭല്ല എന്നിങ്ങനെ അടുപ്പിച്ച് പറഞ്ഞു. ഇതെല്ലാം ഒരേപോലെ ഇരിക്കുന്ന ശബ്ദങ്ങളാണല്ലോ. അപ്പോൾ യാ ലാ അതിൻ്റെ കൂടെ രസഗുല്ല എന്ന് പറഞ്ഞത് മതവികാരം വ്രണപ്പെടുത്തി. പിന്നെ അതിൻ്റെ കൂടെ ദഹി ഭല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈരോടെ പോലത്തെ ഉത്തരേന്ത്യയിലെ ഒരു സ്നാക്സാണ് ഈ ദഹി ഭല്ല. നിങ്ങൾ പലരും കണ്ടു കാണും, കഴിച്ചും കാണും. അപ്പോൾ ഈ 3 വാക്കും ചേർത്ത് പറയുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മതവികാരം വ്രണപ്പെട്ടു. പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് ഒരു FIR വിട്ടു. ഇവർ രണ്ടുപേരും മാന്യന്മാരായതുകൊണ്ടും കലാകാരന്മാരായതുകൊണ്ടും FIR ക്വാഷ് ചെയ്ത് കിട്ടാൻ ഹൈക്കോടതിയെ സമീപിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഈ കേസ് അവരുടെ തലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം ഏപ്രിൽ 29 കോടതി വിധിച്ചു, ഇതെന്തൊരു നോൺസെൻസാണ് ഇതൊക്കെ. മനുഷ്യൻ തമാശയ്ക്ക് ഈ റൈം ചെയ്യും എന്ന് പറയുമല്ല. ഇപ്പം നമ്മൾ മലയാളത്തിലുണ്ട് സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ പയ്യപ്പോ. മല കയറുമ്പോൾ ഒരാൾ ഭംഗ്യന്തരാണ് പറയുകയാണ് പയ്യപ്പോ, കുറച്ച് പതുക്കെ നടക്കുക, ഞാനും കൂടെ വരട്ടെ. അങ്ങനെയും ഒരർത്ഥമുണ്ട്. അതല്ലെങ്കിൽ അത് ഇപ്പോൾ ഒരു തമാശ പരിപാടിയിൽ ആരെങ്കിലും അയ്യപ്പോ പയ്യപ്പോ എന്ന് പറഞ്ഞു എന്ന് വെച്ചോ, ഉടനെ അയാളുടെ നെഞ്ചത്ത് കയറും ആരെങ്കിലും. ഈ കണക്കിന് ഈ എറണാകുളം ഭാഗത്തൊക്കെ ജാതി മത പരിഗണനയില്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പള്ളിയിലെ കാര്യം അള്ളാഹിക്കറിയാം. അതായത് ഞാനിങ്ങനെ വലിയ ടിപ്പ് ടോപ്പായിട്ട് പുറമേ അടിച്ചൊക്കെ നടക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കും, ചേട്ടനിപ്പോൾ വലിയ സൗകര്യമാണല്ലോ. അപ്പോൾ ഞാൻ പറയും, ഞാനിങ്ങനെയൊക്കെ നടക്കുന്നതേ ഉള്ളൂ, പള്ളിയിലെ കാര്യം അള്ളാഹിക്കറിയാം. എന്ന് വെച്ചാൽ ഇന്നലെ വീട്ടിൽ അരി മേടിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, കടം മേടിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിയുന്നതെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെ ക്രിസ്ത്യാനികളും അവരും ഒക്കെ പറയാറുണ്ട്, പള്ളിയിലെ കാര്യം അള്ളാഹിക്കറിയാം. ഇത് അള്ളാഹുവിനെ കളിയാക്കി പറയുന്നതാണ്. ആണോ? ഇതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ പോയി നിൽക്കും? ഭാഗ്യത്തിന് ഇത്തരം ചരക്കുകൾ കേരളത്തിലില്ല. ഇനി കൂടി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കേരളത്തിലും വരുമായിരിക്കും. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് ഒക്കെയുള്ള മുസ്ലിങ്ങൾ ഈ രീതിയിൽ വയലൻ്റായിട്ടുള്ള മുസ്ലിങ്ങളാണ്. അവർ ഈ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കേസ് കൊടുക്കും. ഇപ്പോൾ 12 വർഷം ഈ കേസ് നടത്തി. ഹൈക്കോടതി പറഞ്ഞു ഇതിനകത്ത് ഒരു മലീഷ്യസ് ഇൻറ്റൻഷനൊന്നുമില്ല, ആരെയും ചീത്തയാക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. മതവികാരം വ്രണപ്പെടുക എന്ന് പറഞ്ഞാൽ വ്രണപ്പെടുത്താനുള്ള ഉദ്ദേശം മറ്റേ ആളിനും വേണം. അല്ലാതെ അയാൾ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞു ഉടനെ അങ്ങ് വ്രണപ്പെട്ടു ഇങ്ങനെ വ്രണവുമായിട്ട് നടക്കരുതെന്ന് പറഞ്ഞ് ശാസിച്ച് ഈ FIR ക്വാഷ് ചെയ്ത് അങ്ങ് വിട്ടു. സിംഗിൾ ജഡ്ജ് അനിൽ ബോർക്കർ, അദ്ദേഹമാണ് ജഡ്ജ്മെൻറ്റ്. അമിത് ബോർക്കർ, അദ്ദേഹമാണ് ജഡ്ജ്മെൻറ്റ് എഴുതിയത്. ഇറ്റ് വാസ് ആൻറ്റിസിപ്പേറ്റഡ്, ഇതൊന്നും കോടതിയിൽ നിൽക്കില്ല. പക്ഷേ 12 വർഷം ഈ FIR തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് ശേഖർ സുമനും ഈ ഭാരതി സിംഗ് എന്ത് ചെയ്യും? ഈ അല്ല എന്നുള്ള വാക്ക് തൊടാൻ പോകണം. അപ്പം വെറുതെ കേസും ബുക്കാറും ഒക്കെ ആയിട്ട് വക്കീലിന് കാശും കൊടുത്ത്, കലാകാരന്മാർക്ക് ഇതല്ലല്ലോ പണി. അപ്പോൾ അതുകൊണ്ട് അവർ അല്ലാഹുവിനെ ഉപയോഗിക്കില്ല. ഇതാണ് ഈ പരാതി കൊടുത്തവൻ്റെ ഉദ്ദേശം. ഈ കേസ് നിലനിൽക്കില്ല എന്ന് അവനും നന്നായിട്ടറിയാം.
ഈ പരാതി കൊടുത്ത മഹാഭാവികൾക്കും നന്നായിട്ടറിയാം ഈ കേസ് നിലനിൽക്കില്ല. പക്ഷേ ഇനി മേലിൽ ഇവൻ ഈ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കാൻ പാടില്ല. നമ്മുടെ തൊടുപുഴയിലെ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈ വെട്ടിയില്ലേ, വെട്ടി. ആ വലിയ പ്രശ്നമൊക്കെ ആയി, അതായി ബഹളമായി. സാംസ്കാരിക കേരളം ഉണർന്ന് പ്രതികരിച്ചു. എന്ത് പ്രതികരിച്ചു? ആ സംഭവത്തിന് ശേഷം നിങ്ങൾ നോക്ക്, കേരളത്തിൽ സിനിമയിലോ കവിതയിലോ നാടകത്തിലോ ചെറുകഥയിലോ എങ്ങും തന്നെ മുഹമ്മദ് എന്നുള്ള പേരുള്ള കഥാപാത്രം ഇല്ല. നല്ലതോ ചീത്തയോ ആയ റോളിൽ ഒരു കഥാപാത്രം ഇല്ല. ഇനി ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിലൊക്കെ ഇപ്പം നിറയെ എഴുതുന്ന അതിൽ എവിടെയെങ്കിലും ഒരു മുഹമ്മദ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സാരമായ ഒരു മിഡിൽ ലെവൽ മുതൽ മുകളിലേക്കുള്ള എഴുത്തുകാരും തന്നെ മുഹമ്മദ് എന്നുള്ള പേര് തൊടുകില്ല ഇപ്പോൾ. അതാണ് ആ ഒറ്റ വെട്ടിൻ്റെ ഗുണം. അപ്പോൾ വെട്ടിയവൻ ജയിച്ചോ അതോ പ്രബുദ്ധ കേരളം ജയിച്ചോ? വെട്ടിയവൻ ജയിച്ചു. ഈ മനുഷ്യർ ബുദ്ധിമുട്ടിലായി കഴിയുമ്പോൾ പിന്നെ അവരിതിനും വെല്ലുവിളിക്കാനൊന്നും നിൽക്കില്ല. ഇപ്പോൾ ശേഖർ സുമന് ഈ കേസും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റും ആയുഷ്കാലം. അയാളുടെ കഴിവുകൾ വേറെയാണ്, അയാൾ വേറെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. വേണ്ടപ്പോൾ അല്ലാഹുവിനെ തൊടണ്ടെന്ന് പറയും, മുഹമ്മദിനെയും തൊടണ്ടെന്ന് പറയും. ഇതിവർക്ക് നന്നായിട്ടറിയാം. ഈ റാഡിക്കൽ മുസ്ലിം ടീമിന് ഇവരെ അനുകരിച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ചിലപ്പോഴൊക്കെ പെരുമാറാറുണ്ട്. ഒന്നുമില്ല ഫേസ്ബുക്കിലുമൊക്കെ, കേസിനൊന്നും പോകാറില്ലെങ്കിൽ. അപ്പോഴൊക്കെ എനിക്ക് ഉള്ളിൽ ഈ സങ്കടവും തോന്നാറുണ്ട്. ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുസ്, ഇസ്ലാമിൻ്റെ സ്വഭാവത്തിലേക്ക് ഹിന്ദുക്കൾ വരുന്നു. ഒരു ചെറിയ വാക്ക് അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നു. അത് ശരിയല്ല. നമുക്ക് ഒന്നുമില്ല. ഇപ്പോൾ ഹിന്ദുക്കൾക്കൊക്കെ ഒരു ആത്മവിശ്വാസമില്ലേ? ആരെങ്കിലും ഒരു വാക്ക് എവിടെയെങ്കിലും കളിയാക്കി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ എല്ലാവരും കൂടെ എടുത്ത് ചാടി പുറപ്പെടുന്നത് ഒരു നല്ല കാര്യമല്ല. വാസ്തവത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരം സ്വഭാവം ഇസ്ലാമിന് നല്ലതല്ല. ഇസ്ലാമിന് യാതൊരു കുറവും ഭാരതത്തിലില്ല. പിന്നെ എന്തിനാണ് ഈ ബഹളം വയ്ക്കുന്നത്? ഇസ്ലാമിൽ ദാരിദ്ര്യമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഈ കേരളത്തിലെ അവസ്ഥ നിങ്ങളെടുത്ത് നോക്ക്. ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇല്ലാത്ത എന്ത് കഷ്ടപ്പാടാണ് മുസ്ലിങ്ങൾക്ക് കേരളത്തിലുള്ളത്, ഓൾ ഇന്ത്യ തലത്തിലുള്ളത്? പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് നിങ്ങൾ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കി വെറുതെ മനുഷ്യനെ തോൽപ്പിക്കാനായിട്ട് അങ്ങനെ ചെയ്യരുത്. അത് ഹിന്ദുക്കൾക്കും ചെയ്യാൻ പറ്റും, ക്രിസ്ത്യാനികൾക്കും ചെയ്യാൻ പറ്റും. ഒരു 10 സംഭവം എടുത്തിട്ട് 10ലും പ്രതികൾ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ ഹിന്ദുക്കൾക്കും പറ്റും, ക്രിസ്ത്യാനികൾക്കും പറ്റും, മുസ്ലിങ്ങൾക്കും പറ്റും. പക്ഷേ മുസ്ലിങ്ങളത് ചെയ്യുന്നു, മറ്റേ 2 ഗ്രൂപ്പുകൾ താരതമ്യേന അത് ചെയ്യുന്നില്ല. ഒന്നും ഒറ്റ എവിടെയെങ്കിലൊക്കെ ചെയ്തും കാണാം. അതുകൊണ്ടാണ് ഞാൻ അയാൾ നാക്കെടുത്ത് കഴിഞ്ഞാൽ ഇസ്ലാമിനെ കുറ്റം അങ്ങനെ അല്ല. കാരണം നാക്കെടുത്താൽ കുറ്റം പറയാനുള്ള പ്രവൃത്തികളെ ഇസ്ലാമിലെ ഈ റാഡിക്കൽ ഗ്രൂപ്പ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ സോഫ്റ്റ് ഇസ്ലാം അല്ലെങ്കിൽ മര്യാദക്കാരായ മുസ്ലിങ്ങൾ അവർ ഇതിനെ തള്ളിപ്പറയുമോ? ഇല്ല. അവരുടെ അക്ഷരം മിണ്ടില്ല. കുഴപ്പത്തിലായി കഴിയുമ്പോൾ അവർ പറയും, ഒരാൾ ചെയ്ത കുറ്റത്തിന് ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റം പറയുന്നത് ശരിയാണോ? ശരിയാണ്. കാരണം നിങ്ങളുടെ സമൂഹം മിണ്ടാതിരിക്കുന്നു, അത് ശരിയല്ല. നിങ്ങൾ മിണ്ടണം. നിങ്ങളാണ് ആദ്യം പറയേണ്ടത്, എടാ ഈ പോക്കത്തരം കാണിക്കാതെ. എന്ത് ഒരു തമാശയിൽ യാ അല്ല രസഗുള്ള എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അതിനൊന്നും വഴക്കിനൊന്നും പോകണ്ട, കേസിനും പോകണ്ട എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് ഇവരെ ശാസിക്കേണ്ട ഉത്തരവാദിത്വം മറ്റുള്ളവർക്കാണ്. ആ സമയത്ത് മിണ്ടാതിരുന്നിട്ട് പിന്നെ കാര്യം കുഴപ്പത്തിലായി കഴിയുമ്പോൾ അയ്യോ ഞങ്ങളല്ലല്ലോ അവനൊരുത്തം ചെയ്തതിന് ഞങ്ങളെന്ത് പിഴച്ചു എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നത് ശരിയാവില്ല. നിങ്ങളുടെ മൗനം ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന മൗനമാണ്. അത് ആ മൗനം മൊത്തം സമൂഹത്തിന് ദോഷമേ വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ജഡ്ജ്മെൻറ്റ് ഫുൾ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ട് എന്ത് പ്രയോജനം? ഈ മതവികാരം വ്രണപ്പെടുന്ന IPC 295A അത് ഒറിജിനൽ IPCയിൽ ഉണ്ടായിരുന്നതല്ല, അതിന് ശേഷം വന്ന വകുപ്പാണ്. അതിനൊരു ഹിസ്റ്ററിയുണ്ട്. മുസ്ലിങ്ങൾ തുടർച്ചയായിട്ട് സീതയെ അപമാനിച്ച് പുസ്തകം എഴുതുക, രംഗീല റസൂൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾ തിരിച്ചൊരു പുസ്തകം എഴുതുക റസൂലിനെ പറ്റി. ആ പുസ്തകം മുസ്ലിങ്ങളുടെ ചങ്കത്തുള്ളു, അതേ തുടർന്ന് ബഹളം നടക്കുക.
ഇങ്ങനെയൊക്കെ ചെയ്ത് അതിൻ്റെ പബ്ലിഷറെ കൊന്നുകളയുന്ന സ്ഥിതി വരെ വന്നു. 1924 മഹാത്മാഗാന്ധിയൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. മുസ്ലിങ്ങളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു. ആ വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണത്തമില്ലേ എന്നൊക്കെ ചോദിച്ച് മഹാത്മാഗാന്ധി എഴുതി. അങ്ങനെ വലിയ ബഹളമൊക്കെ ആയിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് 295 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഗ്രഹങ്ങൾ പൊട്ടിച്ച് കളയുക അങ്ങനെയൊക്കെ. അതാണ് 295. ഒരു അഡീഷണൽ വകുപ്പ് കൂടെ എഴുതി ചേർത്തു 295A. അതാണ് മതവികാരം വ്രണപ്പെടുത്തുന്ന വകുപ്പ്. ദൈവം സഹായിച്ച് ഈ വകുപ്പ് അന്നു മുതൽ ഇന്നു വരെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉപയോഗിക്കുന്നില്ലേ? ഉണ്ട്, താരതമ്യേന വളരെ കുറവാണ്. കാരണം ഇസ്ലാമിൻ്റെ സ്വഭാവം ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും വന്നിട്ടില്ല. അത് വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഈ സ്വഭാവം നിന്നു പോകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇസ്ലാമിൻ്റെ നേതാക്കന്മാർ മുന്നോട്ട് വന്നിട്ട് ഈ നോൺസെൻസിന് ഒരു അറുതി വരുത്തേണ്ട കാലമായി. കേരളത്തിലും ഈ നോൺസെൻസ് ഉണ്ട്, ധാരാളമുണ്ട്. കുറേ അധികം ത്വരപ്പന്മാരും പൊളവന്മാരും ഒക്കെ ഉണ്ട്. അവരെ നിയന്ത്രിക്കേണ്ട ചുമതല പക്വതയുള്ള മുസ്ലിങ്ങൾക്കുള്ളതാണ്. അത് പാലിക്കാതെ നിങ്ങളും മൗനം പാലിക്കുകയാണെങ്കിൽ നിങ്ങളും കുറ്റക്കാരാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഇസ്ലാമിക സമൂഹം ഏറ്റെടുത്തേ മതിയാകൂ. അതാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു സന്ദേശം. താങ്ക് യു.